Hello, good morning. Next topic is NCCF, National Cooperative Consumer Federation. കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന് 4 ലെവൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും ബേസ് ലെവൽ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർസ്, സെക്കൻഡ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ, തേർഡ് കൺസ്യൂമർ ഫെഡ് ആൻഡ് ഫോർത്ത് NCCF, നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. It was established in 1965 and started functioning from 1966. Its headquarters is situated at New Delhi and it is the apex body of the consumer cooperatives in the country. Introduction ആയിട്ട് പറയാനുള്ളത് ഇതാണ്. NCCF was established in 1965. കൺസ്യൂമർ ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത അതേ വർഷം തന്നെയാണ് NCCFും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, 1965. സ്റ്റാർട്ട് ഫങ്ഷനിങ് ഫ്രം 1966. അതിൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1966 ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ന്യൂഡൽഹി. ഒരു നാഷണൽ ലെവലിലുള്ള ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. സോ ഇറ്റ് ഈസ് ദ അപ്പെക്സ് ബോഡി ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ ദ കൺട്രി. കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ 4-tier സ്ട്രക്ചറിലെ ഏറ്റവും അപ്പെക്സ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ ഇതാണ്. സോ ഇറ്റ് ഈസ് ദ അപ്പെക്സ് ബോഡി ഓഫ് ദ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്തിനകത്തെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ ഏറ്റവും അപ്പെക്സ് ബോഡിയാണ് NCCF. ദെൻ ഇതിനൊരു ഒബ്ജക്ട്സ് ആണ് പറയുന്നത്. 6 ഒബ്ജക്ട്സുകൾ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, ടു അസിസ്റ്റ് ആൻഡ് ഫെസിലിറ്റേറ്റ് ദ വർക്കിംഗ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ ദ കൺട്രി. രാജ്യത്തിനകത്തെ എല്ലാ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായവും മറ്റു കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ടു അസിസ്റ്റ് ആൻഡ് ഫെസിലിറ്റേറ്റ്സ് ദ വർക്കിംഗ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ ദ കൺട്രി. ഒരു രാജ്യത്തിനകത്തെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ അപ്പെക്സ് ബോഡിയാണ് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവൽ ഓർഗനൈസേഷനാണ് NCCF. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിനകത്ത് വരുന്ന ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും അതുപോലെ തന്നെ പ്രൈമറി ലെവലിലും വരുന്ന എല്ലാ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുന്നത് NCCF ആണ്. സെക്കൻഡ്, ടു അറേഞ്ച് ഫോർ ദ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ്സിൻ്റെ എക്സ്പോർട്ടിങ്ങിനും ഇമ്പോർട്ടിങ്ങിനും ആവശ്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു കൊടുക്കുന്നു. തേർഡ്, ടു എസ്റ്റാബ്ലിഷ് ട്രേഡ് കണക്ഷൻ വിത്ത് ദ traders and manufacturers of consumers goods so as to arrange the supply of goods to the consumer stores. Third object പറയുന്നത്, so to establish the trade connection with the traders and manufacturers. കൺസ്യൂമർ ഗുഡ്സിൻ്റെ മാനുഫാക്ചറേഴ്സിനെയും അതുപോലെ തന്നെ ട്രേഡേഴ്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് NCCF പ്രവർത്തിക്കുന്നു. അതിലൂടെ കൺസ്യൂമർ സ്റ്റോർസ് മുഖേന അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സും ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ കൺസ്യൂമേഴ്സിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ ബേസ് ലെവലായിട്ടുള്ള പ്രൈമറി കൺസ്യൂമർ സ്റ്റോഴ്സിലൂടെയും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവൽ ഓർഗനൈസേഷനായിട്ടുള്ള ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർസ് മുഖേനയുമാണ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ്, സപ്ലൈ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് എന്തിലൂടെ ഉണ്ടാവുന്നു? NCCFിലൂടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രേഡേഴ്സിൻ്റെ ഇടയിലും മാനുഫാക്ചറേഴ്സിൻ്റെ ഇടയിലും ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് ആരാണ് പ്രവർത്തിക്കുന്നത്? NCCF ആണ് പ്രവർത്തിക്കുന്നത്. മറ്റൊന്ന് പറയുന്നത്, സോ ടു സെറ്റപ്പ് കൺസൾട്ടൻസി ആൻഡ് പ്രൊമോഷണൽ സെൽസ് ഓഫ് ദ ബെനിഫിറ്റ് ഓഫ് കൺസ്യൂമർ സ്റ്റോർസ്. കൺസ്യൂമർ സ്റ്റോർസിൻ്റെ ഒരു കൺസൾട്ടൻസി ആൻഡ് പ്രൊമോഷണൽ സെല്ല് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്, കൺസ്യൂമർ സ്റ്റോർസിന് ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിൽ കൺസൾട്ടൻസി ആൻഡ് പ്രൊമോഷണൽ സെല്ല് എന്തിൻ്റെ കീഴിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു? NCCFിൻ്റെ കീഴിൽ സെറ്റപ്പ് ചെയ്യുന്നു. ഓക്കെ. ദെൻ ഫിഫ്ത്ത് പോയിൻറ്റ്, ടു എസ്റ്റാബ്ലിഷ് ആൻഡ് റൺ മാനുഫാക്ചറിങ് ആൻഡ് പ്രോസസ്സിങ് യൂണിറ്റ്. മറ്റൊരു കാര്യം പറയുന്നത്, നാഷണൽ ലെവലിലുള്ള NCCFിൻ്റെ കീഴിൽ മാനുഫാക്ചറിങ് ആൻഡ് പ്രോസസ്സിങ് യൂണിറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. കൺസ്യൂമേഴ്സ് ഗുഡ്സ് മാനുഫാക്ചറിങ് നടത്തുന്നതിനും പ്രോസസ്സിങ് നടത്തുന്നതിനുമുള്ള യൂണിറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും നടത്തിക്കൊണ്ടു പോകുന്നതിനും വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ. മറ്റൊരു കാര്യം, ടു കണ്ടക്ട് സെമിനാർസ് ആൻഡ് കോൺഫറൻസസ് ആൻഡ് ഡിസ്കസ് പ്രോബ്ലംസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ്സ്. കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ട
പ്രോബ്ലംസ് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെമിനാറുകളും കോൺഫറൻസുകളും കണ്ടക്ട് ചെയ്യുന്നു. അതിലൂടെ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രാജ്യത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു, അത് ഡിസ്കസ് ചെയ്യുന്നു, അതിനാവശ്യമായിട്ടുള്ള പ്രോബ്ലംസ് പരിഹരിക്കുന്നതിനുള്ള റെമഡിയൽ മെഷേഴ്സ് കണ്ടെത്തുന്നു, അതിനാവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുന്നു. ഈ രീതിയിൽ ടു കണ്ടക്ട് സെമിനാർസ് ആൻഡ് കോൺഫറൻസസ്, ഡിസ്കസ് പ്രോബ്ലംസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ്സ്. ഇത്രയാണ് 6 ഒബ്ജക്ട്സ് ഉള്ളത്. ദെൻ വർക്കിംഗ് ഓഫ് NCCF വർക്കിംഗ് ആണ്. NCCF ഓപ്പറേറ്റ് ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് 29 ബ്രാഞ്ച് ഓഫീസസ് ലൊക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് 29 ബ്രാഞ്ച് ഓഫീസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ഒരു നെറ്റ്വർക്ക് എന്നുള്ള രീതിയിലാണ് NCCF പ്രവർത്തിക്കുന്നത്. പ്രധാനപ്പെട്ട സിറ്റീസ് എന്ന് പറയുന്നത് മുംബൈ, കൊൽക്കത്ത, ഗുവാഹട്ടി, നാഗ്പൂർ, കൊച്ചിൻ, പാട്ന ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സിറ്റീസിലെല്ലാം എന്തുണ്ട്, NCCF ബ്രാഞ്ച് ഓഫീസുകളുണ്ട്. ഇങ്ങനെ രാജ്യത്താകമാനമായിട്ട് 29 ബ്രാഞ്ച് ഓഫീസുകളോട് കൂടിയ ഒരു നെറ്റ്വർക്കായിട്ടാണ് NCCF പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഹാസ് സെറ്റപ്പ് എ ഫുൾ ഫ്ലഡ്ജ്ഡ് കൺസൾട്ടൻസി ആൻഡ് പ്രൊമോഷണൽ സെൽ ഓഫ് എക്സ്പേർട്സ് ഓഫ് ഇംപ്രൂവിംഗ് ദ ഓപ്പറേഷണൽ ആൻഡ് മാനേജീരിയൽ എഫിഷ്യൻസി ഓഫ് കൺസ്യൂമർ സ്റ്റോഴ്സിൻ്റെ മാനേജീരിയൽ എഫിഷ്യൻസി, ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്, ഈ പ്രൊമോഷണൽ സെല്ലിൻ്റെ അല്ലെങ്കിൽ കൺസൾട്ടൻസി സെല്ലിൻ്റെ നേതൃത്വത്തിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ അപ്പോയിൻ്റ് ചെയ്യുകയും അവരുടെ ഒപ്പീനിയൻ അനുസരിച്ച് വളരെ കൺസ്യൂമർ സ്റ്റോറിൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി അതുപോലെ തന്നെ മാനേജീരിയൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. ഇറ്റ് പബ്ലിഷസ് എ മന്ത്ലി ജേണൽ കാൾഡ് ഇന്ത്യൻ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റർ. അപ്പോൾ NCCF പബ്ലിഷ് ചെയ്യുന്ന ഒരു മന്ത്ലി ജേണലാണ് ഇന്ത്യൻ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് NCCFനെ കുറിച്ച് പറയുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. NCCF എന്ന് പറയുന്നത് 1965 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ന്യൂഡൽഹിയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഇത് ഒരു രാജ്യത്തിനകത്തെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ അപ്പെക്സ് ബോഡിയാണ്. ദെൻ അതിൻ്റെ ഒബ്ജക്ട്സ് പറഞ്ഞു, ദെൻ വർക്കിംഗ് പറഞ്ഞു. 28 ബ്രാഞ്ച് ഓഫീസുകളാണ് രാജ്യത്തകത്ത് മൊത്തമായിട്ടും NCCFനുള്ളത്. പ്രധാനപ്പെട്ട സിറ്റീസിലെല്ലാം തന്നെ ഇതിൻ്റെ ബ്രാഞ്ച് ഓഫീസുകളുണ്ട്. ഇതൊരു ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസി ആൻഡ് പ്രൊമോഷണൽ സെല്ലാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? കൺസ്യൂമർ സ്റ്റോഴ്സിൻ്റെ മാനേജീരിയൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ, ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസി ആൻഡ് പ്രൊമോഷണൽ സെല്ലാണ് NCCF എന്ന് പറയുന്നത്. ഇതൊരു പബ്ലിഷ് ചെയ്യുന്ന ഒരു മന്ത്ലി ജേണലാണ് ഇന്ത്യൻ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഓർക്കേണ്ടത്. ദെൻ ഇനി നമുക്കിതിനകത്ത് പറയാനുള്ളത് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ പ്രോബ്ലംസ് പറയാനുണ്ട്. പിന്നെ കൺസ്യൂമർ കോപ്പറേറ്റീവ് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് രീതിയുണ്ട്, ഡബിൾ കമ്പാർട്ട്മെൻ്റൽ സിസ്റ്റം. അപ്പോൾ ആ 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 10th ചാപ്റ്റർ അവസാനിക്കും. ദെൻ പിന്നെ നമുക്ക് 11th ചാപ്റ്ററും 12th ചാപ്റ്ററും ഉണ്ട്. അതോടൊപ്പം നമ്മൾ ഒരു ചാപ്റ്റർ ഇതിൻ്റെ ഇടയിൽ സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്, 2nd ചാപ്റ്റർ. അപ്പോൾ അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 3 ചാപ്റ്ററുകളാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, താങ്ക് യു.